إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരമദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും ഈമാനുള്ളവരും മുസ്ലിങ്ങളും മുവഹിദുകളുമായി മരണപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ നമസ്കാരത്തിൽ നിർബന്ധമായും അല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊന്നാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത്. നേരായ ചൊവ്വായ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന സത്യവഴിയിൽ എനിക്ക് മാർഗം കാണിച്ചു തരണം എന്നതാണ് പ്രസ്തുത പ്രാർത്ഥനയുടെ സൂറ ഫാത്തിഹയിലെ ആയത്തിന്റെ അർത്ഥം. ആവർത്തിച്ച് ഉരുവിടുന്നതുകൊണ്ടോ മറ്റോ എന്താണ് നാം അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഗൗരവം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനടക്കം പരിശോധനാവിധേയമാക്കേണ്ടതാണ്. ശരിയായ മാർഗത്തിൽ എന്നെ വഴി നടത്തണം എന്ന് പറയുമ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ശരിയല്ല എന്നു തന്നെയാണ് അംഗീകരിക്കേണ്ടത്. അതുതന്നെയാണ് ഇസ്ലാമിന്റെ മാർഗവും. മറ്റേതെങ്കിലും തരത്തിലുള്ള വഴികളിൽ മാർഗങ്ങൾ മതപരമായി എനിക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്ന സാമൂഹിക സാഹചര്യം ഏക മതം നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ല. വിവിധ അഭിപ്രായങ്ങൾ, മതവിശ്വാസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ആദർശങ്ങൾ, ആദർശമില്ലാത്തവർ, ഇങ്ങനെ ഒരു ബഹുമത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രവാചകന്റെ കാലവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അവിടെ യഹൂദികളുണ്ട്, ക്രൈസ്തവരുണ്ട്, വിഗ്രഹാരാധകരുണ്ട്, അഗ്നിയാരാധകരുണ്ട്, പല ആദർശവും സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു സങ്കര സമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിച്ചിട്ടുള്ളത്,
വളർന്നിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയോ ഒരു സവിശേഷതയോ ഒന്നുമല്ല ബഹുമത സമൂഹത്തിലെ മുസ്ലിം ജീവിതം എന്നത്. നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ഒന്ന്, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണ്, എന്തായിരിക്കണം എന്നതിന് മതപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എനിക്കേറ്റവും പ്രിയങ്കരമായിരിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീനായിരിക്കണം. വിവിധ മതങ്ങളും ആശയങ്ങളും സംസ്കാരങ്ങളും അഭിപ്രായങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു ബഹുമത സമൂഹത്തിലെ മാർഗങ്ങളെ സംബന്ധിച്ച് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വഴിയിൽ എന്നെ നടത്തണം എന്ന് ഞാൻ പറയുമ്പോഴുണ്ടാകുന്ന ആദ്യത്തെ ഭാഗമാണത്. എനിക്കേറ്റവും പ്രിയങ്കരമായത് അല്ലാഹുവിന്റെ ദീനായിരിക്കണം. മറ്റൊക്കെ അതിന് താഴെയാണ് വരേണ്ടത്. എന്തു തന്നെയായിരുന്നാലും ശരി, അതിന് താഴെയാണ് വരേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറ ഹുജറാത്തിൽ 49-ാം അധ്യായത്തിൽ ഈ ഭാഗം 7-ാമത്തെ വചനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രിയങ്കരമാക്കി തന്നിട്ടുള്ളത് വിശ്വാസത്തെയാണ്. വസയ്യനഹു ഫീ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെയാണ് അല്ലാഹു അലങ്കാരമാക്കിയിട്ടുള്ളത്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. നിങ്ങൾക്ക് അല്ലാഹു അരോചകരവും വെറുപ്പുമാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് സത്യനിഷേധത്തോട് വെറുപ്പുണ്ടായിരിക്കണം. ഇതാണ് ആദ്യമായി നാം സ്വീകരിക്കേണ്ടത്. സത്യവിശ്വാസികളെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് പറഞ്ഞത് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാ. പലരെയും ഇഷ്ടപ്പെടുന്നവരാണ് വിശ്വാസികൾ. അത് തെറ്റല്ല. ബന്ധുക്കളിൽ, സമൂഹങ്ങളിൽ, അയൽവാസികളിൽ, ഇടപഴകി ജീവിക്കുന്നവരിൽ, സഹപ്രവർത്തകരിൽ നാം അംഗീകരിക്കുന്നതും നാം വിശ്വസിക്കുന്നതുമല്ലാത്ത ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. വിശിഷ്യ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ അതുണ്ട് താനും. അത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. അശദ്ദു ഹുബ്ബൻ ലില്ലാ. ഏറ്റവും ശക്തമായി ഇഷ്ടപ്പെടേണ്ടത്, പ്രതിബദ്ധതയുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാണ്, അഥവാ അല്ലാഹുവിന്റെ ദീനിനോടാണ്. അല്ലാഹുവിന്റെ ദീനിനോടാണ് ഏറ്റവും ശക്തമായ പ്രതിബദ്ധതയുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ താൽപര്യം അത്രമേൽ പ്രതിബദ്ധത മറ്റൊന്നിനോടുണ്ടാകാൻ പാടില്ല എന്നു തന്നെയാണ്. എനിക്കേറ്റവും പ്രിയങ്കരമായത് അല്ലാഹുവിലുള്ള ഈമാനാണ്, ഇസ്ലാമാണ്. എനിക്കേറ്റവും ശക്തമായ പ്രതിബദ്ധതയുള്ളത് അതിനോടായിരിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്ന്. ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും അവകാശമുണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ ഭാഗം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സുമ്മ ലം യർതാബു. സത്യവിശ്വാസികളായ ആളുകളോട് പറയുന്നു, പിന്നീട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു സംശയത്തിനും അവകാശം പാടില്ല. ഒന്നുകൂടി തെളിച്ചു പറയുന്നു, നിങ്ങളെക്കാളധികം ദീനിനെക്കുറിച്ചറിയുന്നതും സാഹചര്യത്തെക്കുറിച്ചറിയുന്നതും ആർക്കാണ്? നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാനാണ്. ആ പടച്ചതമ്പുരാനാണ് വിശുദ്ധ ഖുർആനിൽ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്ക് പ്രിയങ്കരമായിരിക്കേണ്ടത്, നിങ്ങൾ മതവിശ്വാസികളാണെങ്കിൽ മതവിശ്വാസമാണ്. മറ്റുള്ളവരോട് സ്നേഹവും ഔദാര്യവും കരുണയും ആർദ്രതയും അലിവും ഇടപഴകലും ഒക്കെയാകണം. സഹിഷ്ണുതാ ജീവിതം അതിനെതിരല്ല. മതം അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രിയങ്കരമാകേണ്ടത്, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം പറയുന്നുവെങ്കിൽ എന്റെ വഴി തന്നെയായിരിക്കണം. അതല്ലാതെ രണ്ട് തോണിയിലും കാലിട്ടൊരു സമീപനം നിങ്ങൾക്കുണ്ടാകാൻ പാടുള്ളതല്ല. നമ്മളിൽ ചിലരുടെ ധാരണ എന്ന് പറയുന്നത് മറ്റു ചില മതങ്ങളെയും അഭിപ്രായങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ എടുത്തണിഞ്ഞാലേ മതേതര വിശ്വാസികളാവുകയുള്ളൂ എന്നതാണ്. ശുദ്ധ അബദ്ധമാണത്. മതദൃഷ്ട്യാ പരിഗണിക്കപ്പെടാത്തൊരാശയമാണ്. പ്രവാചകൻ യഹൂദികളെ അംഗീകരിച്ചത് അവരുടെ വിശ്വാസത്തിന്റെയോ ആചാരത്തിന്റെയോ കർമ്മത്തിന്റെയോ ഏതെങ്കിലും മാർഗങ്ങൾ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ടല്ല.
പ്രവാചകൻ ക്രൈസ്തവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഏതെങ്കിലും അവിടെയുള്ളതിനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടല്ല. മജൂസികളായ അഗ്നിയാരാധകന്മാരായ ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ പ്രവാചകൻ അംഗീകരിച്ചത്, അവരോട് തോളിൽ കൈയിട്ടു നടന്നത്, അവരുടെ ജീവിതത്തിൽ സഹിഷ്ണുതാപൂർണമായ ജീവിതം നയിച്ചത് ഒരു പ്രാവശ്യമെങ്കിലും അഗ്നി ആരാധന നടത്തിയിട്ടാണോ? ഒരു പ്രാവശ്യമെങ്കിലും സൂര്യനിലേക്ക് നോക്കിയിട്ട് ആരാധന നിർവഹിച്ചിട്ടാണോ? ഒന്നിച്ച് അള്ളാഹുവിന്റെ ദീനിന് പ്രതിബദ്ധതയും പ്രാമുഖ്യതയും നൽകിയിട്ടു തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതേതരത്വത്തെയും സഹിഷ്ണുതയെയും നിലനിർത്തിക്കൊണ്ടുപോയത്. സുമ്മലം യർതാബു, പിന്നീട് അവിടെ ഒരു സംശയത്തിന് അവകാശമില്ല. നിങ്ങളുടെ ദീൻ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഇച്ഛപ്രകാരമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, അയ്യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്നാലുപ്പോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് പറഞ്ഞാ മതി, എന്റെ അടുത്ത ആൾ ഇങ്ങനെയാണ്, എന്റെ കൂട്ടുകാരൻ അങ്ങനെയാണ്, അതുകൊണ്ട് അവിടെ പോയാ പറ്റൂല, അവിടെ നിന്ന് അങ്ങനെ ചെയ്താ പറ്റൂല, ചെയ്യാതിരുന്നാ പറ്റൂല, അത് എതിർത്താൽ പ്രശ്നമായിരിക്കും. ഇത് ആര് തീരുമാനിച്ചതാ? എന്റെ ഖുതുബയുടെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. പകുതി ഉറങ്ങിയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയരുത്. ഇതാര് തീരുമാനിച്ചതാ? ഇത് തീരുമാനിച്ചത് നമ്മുടെ തീരുമാനമാണ്. എന്തു കഴിക്കണം, ഇസ്ലാമിൽ മര്യാദയുണ്ട്. എന്തു സ്വീകരിക്കണം, ഇസ്ലാമിൽ മര്യാദയുണ്ട്. എന്തു ആചാരമുണ്ടായിരിക്കണം, ഇസ്ലാമിൽ മര്യാദയുണ്ട്. അതെത്രത്തോളം പോകാം, ഇസ്ലാമിൽ മര്യാദയുണ്ട്. ആ മര്യാദക്കപ്പുറത്ത് സ്നേഹ സൗഹൃദത്തിന്റെ പേരിൽ മതേതരത്വം നിലനിർത്തുകയാണ് എന്നതിന്റെ പേരിൽ എല്ലാം കൂടി അവനവന്റെ ജീവിത വിശ്വാസ ആചാര കർമ്മ അനുഷ്ഠാന സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനെ മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അയ്യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു സ്വയം തീരുമാനത്തിന് അവകാശമില്ല. 17 തവണ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നുവെങ്കിൽ സിറാത്തുൽ മുസ്തഖീമായ ദീനിന്റെ മാർഗത്തിൽ നിൽക്കണം. മറ്റൊരു മാർഗം മതേതരത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരിൽ സ്വീകരിക്കേണ്ടതല്ല. അപ്പോൾ എന്താണ്? ഇസ്ലാമിൽ സഹിഷ്ണുതയുണ്ട്, വഴിയെ പറയാം. മൂന്നാമത്തെ ഭാഗം എന്നത് സംശയമില്ലാതെ സ്വീകരിക്കാൻ കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാലാമതായി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിളവ് അനുവദിച്ചിട്ടില്ല. എന്റെ ഉപ്പ ആ രീതിയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയായി. അങ്ങനെയല്ല. എന്റെ സഹപ്രവർത്തകൻ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയായി. അങ്ങനെയല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഉമ്മഹാതുകും വഅശീറതുകും എന്ന് തുടങ്ങി സൂറ തൗബയിൽ ദീർഘമായി ഈ ഭാഗത്തെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ജോലി, സമ്പത്ത്, നിങ്ങൾ നഷ്ടം ഭയപ്പെടുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് നിർത്തി മറുഭാഗത്ത് അല്ലാഹുവിന്റെ ദീനും വെച്ചാൽ നിങ്ങളേത് സ്വീകരിക്കണം? നിങ്ങൾക്ക് പറഞ്ഞാ മതി എന്നാണോ? അല്ല, നിങ്ങൾ ഏത് സ്വീകരിക്കണം? എന്റെ ദീനിനായിരിക്കണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലോ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, പടച്ചതമ്പുരാൻ അവന്റെ കൽപ്പന, ശിക്ഷയുടെ കൽപ്പന പ്രകാരം വരുന്നത്, നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ ജാഗ്രതയോടുകൂടി കാണണം എന്നത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഞ്ചാമതായി സ്വീകരിക്കേണ്ടത് എന്ത്? ഇതിനപ്പുറത്തൊരു ശരിയില്ല എന്ന് വിശ്വസിക്കാൻ കഴിയണം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗം കാണിക്കുകയാണ് ദീനുൽ ഇസ്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശരി വേറെയില്ല. ഇസ്ലാമിനപ്പുറത്ത് മറ്റൊന്നും ശരിയല്ല എന്നത് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമായിരിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. സത്യം ഒന്നേയുള്ളൂ, അസത്യങ്ങൾ ഒരുപാടുണ്ട്. ഇരുട്ടുകളിൽ നിന്ന് അഥവാ തിന്മകളിൽ നിന്ന് ഏകമായ സത്യത്തിലേക്കാണ് വഴി നടത്തുന്നത് എന്നത് ഇസ്ലാം അത് മാത്രമേ സ്വീകരിക്കൂ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം അത് മാത്രമേ സ്വീകരിക്കൂ. മതപരമായി പടച്ചതമ്പുരാന്റെ അടുക്കൽ സ്വീകരിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. എനിക്കേറ്റവും കൂടുതൽ പ്രതിബദ്ധത അള്ളാഹുവിന്റെ ദീനിനായിരിക്കണം. എനിക്കേറ്റവും കൂടുതൽ പ്രിയങ്കരമായത് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളോടായിരിക്കണം.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് പടച്ചവന്റെ തീരുമാനത്തിലായിരിക്കണം. എനിക്കൊരിക്കലും സ്വയം തീരുമാനത്തിന് അവകാശമില്ലാത്തത് അള്ളാഹുവിന്റെ ദീന് പിൻപറ്റിപ്പോവുക എന്ന വിഷയത്തിലായിരിക്കണം. എനിക്കൊരു സംശയവും ഉണ്ടാകാൻ പാടില്ലാത്തത് അള്ളാഹുവിന്റെ ദീനിലായിരിക്കണം. ഏറ്റവും ചൊവ്വായ മാർഗമേത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ ദീനാണ് എന്നതായിരിക്കണം. ഈ ഭാഗങ്ങളെ, ഈ അടിസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട്, ഇത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇനി രണ്ടാമത്തെ ഭാഗം പരിശോധിക്കേണ്ടത്. മതേതരത്വം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതു മതത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരവന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുന്നതിനെയാണോ മതേതരത്വം എന്ന് പറയുന്നത്? അല്ല. നേരെ മറിച്ച് ഇതര മതവിശ്വാസത്തോട്, ഇതര ആശയത്തോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള മാർഗമാണ് മതേതരത്വവുമായി ഇസ്ലാം പരിഗണിക്കുന്നത്. അതെന്താണ്? അവർക്കവരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കണം. ദൈവനിഷേധിയായൊരു മനുഷ്യന് അവന്റെ മേക്കെട്ട് കയറുന്നത് മതേതരത്വമല്ല, ഇസ്ലാം പോലുമല്ല. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സംവിധാനങ്ങൾ നമ്മുടെ ലോകത്ത് ധാരാളമുണ്ട്. വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും പിതറാരാധനയും പലതുമായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധാനത്തെ നീ പരിഹസിക്കാൻ പോകരുത്, നീ കളിയാക്കാൻ പോകരുത്. എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പരിഹാസരൂപേണ നീ സ്വീകരിക്കരുത്. കാരണം ദൈവത്തെ നിഷേധിക്കാനുള്ള സാവകാശവും സൗകര്യവും മനുഷ്യനെന്ന നിലയ്ക്ക് വകവെച്ചു കൊടുത്തത് സിട്ടാവാണ്. ആ സിട്ടാവിനേക്കാൾ വലിയ സൂപ്പർ ഭക്തിയൊന്നും അള്ളാഹുവിന്റെ ദീനിൽ നീ കാണിക്കേണ്ടതില്ല. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, അവർക്ക് ദൈവവിശ്വാസികളായോ അല്ലാതെയോ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ വകവെച്ചു കൊടുക്കണം. അഥവാ മനുഷ്യനെന്ന ബന്ധത്തിന് ഉലച്ചിൽ തട്ടാത്ത മതവിശ്വാസമാണ് നീ സ്വീകരിക്കേണ്ടത്. മതവിശ്വാസം വേറെയാണ്, മനുഷ്യബന്ധം വേറെയാണ്. മതവിശ്വാസത്തിൽ മനുഷ്യബന്ധമുണ്ട്. മനുഷ്യബന്ധത്തെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളുടെ പേരിലല്ല സ്വീകരിക്കേണ്ടത്, മറിച്ച് മനുഷ്യൻ എന്ന പേരിലായിരിക്കണം സ്വീകരിക്കേണ്ടത്. നേരം പുലർന്നു കഴിഞ്ഞാൽ നിന്റെ അഭിപ്രായങ്ങളും ആശയങ്ങൾക്കും എതിരായിക്കൊണ്ട് ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നിന്റെ അയൽവാസിയായിട്ട് എങ്കിൽ അവൻ നിന്റെ അയൽവാസി തന്നെയാണ്. അവനോട് പാലിക്കേണ്ട മര്യാദകൾ നീ പാലിക്കണം. അവനെ എതിർക്കേണ്ട വിഷയത്തിൽ വിശ്വാസാചാര അനുഷ്ഠാനപരമായി എതിർക്കുന്നുവെങ്കിൽ നിനക്കത് സ്വീകരിക്കാം. മാന്യതയുടെയും മര്യാദയുടെയും മാർഗങ്ങൾ നീ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നിന്റെ വിമർശനങ്ങൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ പരിഹസിക്കരുത് എന്നത് ഇസ്ലാമിന്റെ മാർഗമാണ്, ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ശിർക്ക് ചെയ്യുന്നതിന് വേണ്ടി, ഏകദൈവ വിശ്വാസ വിരുദ്ധാചാരങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നിർബന്ധിച്ചാൽ, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ഉപ്പയും ഉമ്മയും അങ്ങനെയാണ് പറയുന്നത്, പോയി പണി നോക്കട്ടെ എന്നാണോ? അല്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഈ ദുനിയാവിൽ അവരോട് മാന്യമായി ഇടപെട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങളുടെ മാതാപിതാക്കളെ അന്ത്യനാളിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. അവർ മാതാപിതാക്കളാണ്. അവരുടെ പിതാവായി, മകനായി, മകളായി ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ നിയമമനുസരിച്ച് മാതാപിതാക്കളെ മാറ്റാൻ കഴിയില്ല. അവരുടെ വിശ്വാസം മാറാം, നീ സ്വീകരിക്കുന്നതാകണമെന്നില്ല. പക്ഷേ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മാന്യമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കണം എന്നു മാത്രമല്ല, കുറച്ചധികം നിനക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം എന്നത് ഇസ്ലാമിന്റെ മാർഗമാണ്. വിവിധ മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ബഹുമത സമൂഹമുണ്ട് എന്ന് വിചാരിക്കുക. ആ ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണെങ്കിൽ ഇതര മതചിഹ്നങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? ഇതര മതാശയങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? മതാഭിപ്രായങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? മതസംസ്കാരങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം. മനുഷ്യനെന്ന നിലയ്ക്കോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള ഇടപഴകലുകളാണ് എങ്കിൽ ഇസ്ലാം പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ. നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണം. വലാ തആവനു ബിൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ഒരിക്കലും തന്നെ ശത്രുതയുടെ കാര്യത്തിൽ, തിന്മയുടെ കാര്യത്തിൽ പരസ്പര സഹകരണത്തിന് പോകാൻ പാടുള്ളതല്ല. ഭക്ഷണമായിരുന്നാലും മറ്റു സൗകര്യങ്ങളായിരുന്നാലും എന്തായിരുന്നാലും
മത ആചാര അനുഷ്ഠാന പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ വസ്തുതകൾ വ്യക്തമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മളിൽ ചിലരെങ്കിലും സ്വീകരിക്കുന്ന സ്വീകരണം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തലാണ്. അങ്ങനെയല്ല. നമ്മളുടെ വിവിധ വിദ്യാലയങ്ങളിലും വിവിധ സമൂഹങ്ങളിലുമൊക്കെ വിവിധ വിദ്യാലയങ്ങളിൽ വിശിഷ്യ വിവിധ തരത്തിലുള്ള കലാവിഷ്കാരങ്ങളും സംവിധാനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അതിൽ നമ്മളെ കുട്ടികളെ പങ്കുചേർക്കാറുണ്ട്. അവർ കലാവിഷ്കാരങ്ങളും കലാപരിപാടികളും എന്ന നിലക്ക് അവതരിപ്പിക്കാറുണ്ട്. മതപരമായി ഇതര മതവിശ്വാസത്തിന്റെ കലാപരിപാടികളിലാണ് എങ്കിൽ ഒരു മുസ്ലിമായ ഒരു സുഹൃത്തിന്റെ മകനും മകളും അതിൽ പങ്കെടുത്തുകൂടാ. എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ? അങ്ങനെയൊരു മതേതരത്വം ഇസ്ലാമിലില്ല. അത് ജീവിക്കുന്ന നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങളിലേക്കല്ല ഞാൻ പറയുന്നത്. മതവിശ്വാസാടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒന്നിലേക്ക് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഒരു പൊട്ടുതൊടുന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമോ? നരകത്തിലേക്ക് പോവോ? ഈ ചോദ്യങ്ങൾക്കല്ല വിഷയം. ആരെങ്കിലും ഇതര മതവിശ്വാസത്തിന്റെ ആചാരങ്ങളോട് മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും മറ്റൊരു സമൂഹത്തിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോട് നിങ്ങൾ സഹവസിക്കുന്നുവെങ്കിൽ, അതിനോട് യോജിക്കുന്നുവെങ്കിൽ ഫഹുവ മിൻഹും, അവർ അക്കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നെറ്റിത്തടത്തിൽ മതാചാരപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മതേതരത്വം നിലനിൽക്കുമെന്ന് വിശ്വസിക്കേണ്ടവനല്ല മുസ്ലിമായ ഒരാൾ. പക്ഷേ ആ മതവിശ്വാസിയായ മറ്റൊരാൾക്ക് അവന്റെ വിശ്വാസാചാരങ്ങൾ നിലനിർത്തി പോകാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതി മരിക്കേണ്ടത്, രക്തസാക്ഷിയാകേണ്ടത് ഒരു വേള ആവശ്യമെങ്കിൽ മതത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൽ തർക്കമില്ല. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇസ്ലാം അനുവദിക്കുന്നില്ല. പക്ഷേ അത് നിന്റെ ജീവിതത്തിലേക്ക് കൂടി പകർത്തിയാലേ നീ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന സൗഹൃദ സഹിഷ്ണുതയുള്ളയാളാകൂ എന്ന വിശ്വാസം ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും മതവിശ്വാസങ്ങളെയും ആചാരങ്ങളുടെയും പേരിൽ നമ്മുടെയൊക്കെ ചില മക്കളെ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പറഞ്ഞയക്കുന്നത് കാണാം. ചെറിയ കുട്ടികളല്ലേ, മുതിർന്ന കുട്ടികളല്ലേ എന്നതിന്റെ പേരിൽ ആലോചിക്കണം, ചിന്തിക്കണം. അവർ പഠിക്കുന്നതും അഭ്യാസങ്ങൾ നിർവഹിക്കുന്നതും പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുമല്ല വിലക്കേർപ്പെടുത്തേണ്ടത്. മതാധിഷ്ഠിതമായ തരത്തിലുള്ളതാണ് എങ്കിൽ, മതാധിഷ്ഠിതമായതുണ്ടല്ലോ. സ്വാഗതഗാനം പറയുന്ന സമയത്ത് ആ സ്വാഗതഗാനത്തിൽ ഇസ്ലാമിന്റെ ഒരു ശിആറുകളുണ്ട്. ബഹുദൈവ വിശ്വാസത്തെ പ്രകീർത്തിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു സ്വാഗതഗാനത്തിൽ മുന്നണിയായിട്ടോ എന്റെ മകനോ മകളോ അവിടെ വരാൻ പാടില്ല. ബഹുദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗാനാലാപനങ്ങളിൽ എന്റെ മകനോ മകളോ അവിടെ വരാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അതിലൂടെയാണ് മതേതരത്വം തെളിയിക്കേണ്ടത് എന്നത് ഇസ്ലാമിന്റെ മര്യാദയല്ല. മറിച്ച് അത്തരത്തിൽ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ബഹുദൈവ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ ഏകനായ പടച്ചവനല്ലാത്തവരെ അവർ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധനയെ നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ശരി, അതിനെ നീ അപകടപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കാനും പാടില്ല. ഇത് രണ്ടും മേക്കപ്പ് ചെയ്തു പോകണം. ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ, ഇതാണ് ഇസ്ലാമിന്റെ സഹിഷ്ണുത. മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ, ഏതാണ് ആ പള്ളി? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മദീന പെൺപറയിൽ നിന്ന് ഈ ചരിത്രം നമ്മളോട് കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അവിടെ നിന്ന് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ വന്നു. റസൂലുള്ളാഹിയോട് സംസാരിച്ചു. റസൂലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അവരുടെ മുഖത്ത് അസ്വസ്ഥതകൾ പ്രകടമായി. റസൂലുള്ള ചോദിച്ചു, എന്താ പ്രശ്നം? അവർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ആരാധനയുടെ സമയമായിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ആരാധന നിർവഹിക്കാലോ. മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് എന്റെയും എനിക്ക് വഹയി ലഭിക്കുന്ന അല്ലാഹുവിന്റെ മാലാഖമാരിറങ്ങിയ ആ മാലാഖമാരുടെ ആശീർവാദങ്ങൾ ഇറങ്ങിയിട്ടുള്ള മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ പരിസരത്ത് ബഹുദൈവ വിശ്വാസികളോ ഏകദൈവ വിശ്വാസ വിരുദ്ധമോ ആയിട്ടുള്ള ക്രൈസ്തവർക്ക് ആരാധന നിർവഹിക്കാൻ സൗകര്യം കൊടുത്ത ലോകഗുരുവായ സാഹിത്യതയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ് നമ്മൾ. എന്തേ റസൂലുള്ളാഹി അത് തണിയാത്തത്? ശരി, ഞാനും കൂടി തരാന്ന് പറയാത്തത്?
ഞാനും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധന നിർവഹിക്കാം, ആരും എതിർക്കില്ല. മറിച്ച് അതുമാത്രമല്ല, സഹാബി വര്യരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നതാണ് ഇവിടെ നടക്കുന്നത്, ഒരു തരത്തിലും പ്രതിസന്ധി ഉണ്ടാകരുത്. മസ്ജിദുൻ നബവിക്ക് ചുറ്റും അവർക്ക് സംരക്ഷണത്തിന്റെ കവചം തീർക്കണം, മനുഷ്യ കവചം തീർക്കണമെന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഇത് ഇസ്ലാമാണ്, ഇത് ഇസ്ലാമാണ്. ഇത്രമേൽ സഹിഷ്ണുതയുടെ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഏതെങ്കിലും ഒരു സുഹൃത്ത് എനിക്ക് ആരാധന നിർവഹിക്കാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ പള്ളിയുടെ സൗകര്യത്തെ അയാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ തെറ്റായി പരിഗണിക്കേണ്ടതില്ല എന്നത് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ, അതിനുവേണ്ടി നിലകൊള്ളേണ്ടവരാണ് നമ്മൾ. പക്ഷേ ഇതര മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമ്മുടേതായിട്ടുള്ള ജീവിത രീതികളിലേക്ക് പറിച്ചു നടുക വഴിയാണ് സൗഹൃദവും അതേപോലെ തന്നെ സഹിഷ്ണുതയും എല്ലാ മതവിശ്വാസത്തെയും അംഗീകരിക്കലുമായി തീരുക എന്ന് പറയുന്ന രീതിശാസ്ത്രത്തോട് മതം യോജിക്കുന്നില്ല. എനിക്ക് എന്റെ മതവിശ്വാസം പ്രിയങ്കരമായേ പറ്റൂ. ആ പ്രിയങ്കരമായ മതവിശ്വാസത്തെയാണ് സ്വീകരിക്കേണ്ടത്. അഥവാ മതാശയങ്ങളോട് തികഞ്ഞ ഭക്തിയും മമതയും വെച്ച് പുലർത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യബോധത്തെ അംഗീകരിക്കുന്ന മതേതര ബോധമാണ് മുസ്ലിമിനുണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത്. വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്തരുത്. വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തത വരുത്തിയതിന് ശേഷമായിരിക്കണം അഭിപ്രായങ്ങൾ പറയേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിശ്വാസത്തെ മറച്ചുവെച്ചുകൊണ്ട് ഞങ്ങളും ഈ കൂട്ടത്തിലൊക്കെയുള്ളവരാണ്, നല്ല സഹിഷ്ണുതയും സ്നേഹവും ഒക്കെയുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാപട്യത്തെ അത് മതം അംഗീകരിക്കുന്നില്ല. മറിച്ച് എന്റെ വിശ്വാസം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ആ വിശ്വാസത്തിൽ കളങ്കം ചേരാതിരിക്കുകയും ചെയ്യണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, വമൻ യഅള്ളിം ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചില ദീനിന്റെ ചില ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയണം. യുഅള്ളിം, ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെ ആദരിക്കുന്നുവെങ്കിൽ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുള്ള ഒരാൾക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അഥവാ എല്ലാ മതസമൂഹങ്ങൾക്കിടയിലും മതേതരത്വമുണ്ട്. ഇസ്ലാമിനോടുള്ള സ്നേഹം കാണിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യം അനുഷ്ഠിക്കുകയും പകർത്തുകയും ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്നൊരു സമീപന രീതിയൊന്നും ഇല്ലല്ലോ. എന്നു മാത്രമല്ല, ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടെന്താ? ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഭരണഘടനാനുസൃതമായിട്ടുള്ള മതേതര കാഴ്ചപ്പാട് എന്താണ്? എല്ലാ മതങ്ങളെയും ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും അവനവന്റെ വിശ്വാസാചാരങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നാണോ? അല്ല. പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രാക്ടീസ് റിലീജിയൻ, താൻ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിർവഹിക്കപ്പെട്ട നാട്ടിലാണ് നമ്മളുള്ളത്. എന്നാൽ എന്റെ ആ സ്വാതന്ത്ര്യത്തെ മറ്റൊരാളുടെ അതേ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല. എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്, എല്ലാ മതവിശ്വാസങ്ങളും ഇവിടെയുണ്ട്. ആ മതവിശ്വാസ ആചാരങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അതിന് മുറിവേൽപ്പിക്കാത്ത, അതിന് വ്രണം വരുത്താത്ത തരത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് പോകണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന കാര്യങ്ങൾ. വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്. മുൻവേദഗ്രന്ഥങ്ങളുണ്ട്. ആ മുൻവേദഗ്രന്ഥങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണല്ലോ റസൂലുള്ളാഹി വന്നത്.
പക്ഷെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെ മാറിപ്പോയി. സബൂറിന്റെയും തൗറാത്തിന്റെയും യഹൂദികളും അതേപോലെ തന്നെ ഇഞ്ചീലിന്റെയും ഒക്കെ സന്ദേശങ്ങൾ യഹൂദികൾ, ക്രിസ്ത്യാനികൾ ഇവരൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തിൽ പ്രവാചകൻ വരുന്നു. ആ സമൂഹത്തെക്കുറിച്ച് പറയുന്നിടത്താണ് സത്യസന്ധമായ യഥായോചിതമായ വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് നാം തന്നിട്ടുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, അതിനു മുമ്പുള്ള വേദഗ്രന്ഥത്തിന്റെ ദൈവപ്രോക്തമായ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വമുഹൈമിനൻ അലൈഹി, അതിന്റെ ശരിയായ സന്ദേശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. പൂർവ്വ വേദങ്ങളെയും പൂർവ്വ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അത് പ്രവാചകരിലൂടെ പകർന്നു വന്നതിനെ അംഗീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിയും ഇറങ്ങിയിട്ടുള്ളത്, വന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഫഹ്കും ബിമാ അൻസലല്ലാഹ്. അള്ള എന്താണോ അവതരിപ്പിച്ചത് അവസാനത്തെ ടെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക്, അവസാന പതിപ്പ് എന്ന നിലയ്ക്ക് ഖുർആനാണ്. ആ ഖുർആൻ അനുസരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ കാര്യങ്ങളെ തീർപ്പാക്കേണ്ടത്. ഫഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ള അവതരിപ്പിച്ചതനുസരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ തീർപ്പ് കൽപ്പിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു വലാ തത്തബിഅ അഹ്വാഅഹും, വലാ തത്തബിഅ അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളെ നീ പിൻപറ്റാൻ പാടില്ല. അമ്മാ ജാഅക മിനൽ ഹഖ്, എപ്പോ പിൻപറ്റാൻ പാടില്ല? അമ്മാ ജാഅക മിനൽ ഹഖ്, യഥായോചിതമായ ഹക്കായൊരു കാര്യം നിനക്ക് വന്നു കിട്ടിയിരിക്കെ പിന്നെ അതിനെ പിൻപറ്റാൻ നീ പോകരുത് എന്നത്. ലികുല്ലിൻ ജഅൽന, എത്ര കൃത്യമായിട്ടാ ഖുർആൻ ഇത് പറഞ്ഞത്. ഒരു സിറാത്തുൽ മുസ്തഖീം നിനക്കുണ്ടെങ്കിൽ ആ സിറാത്തുൽ മുസ്തഖീമിലാണ് നീ പോകേണ്ടത്. അപ്പൊ മറ്റുള്ളതോ, മറ്റുള്ളതിന്റെ ശരിയെയും മറ്റുള്ളതിലെ മതപരമായിട്ടുള്ള പ്രവാചകന്മാരുടെ അധ്യാപനത്തെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടാണ് അവസാനത്തെ ഈ ഭാഗം സിറാത്തുൽ മുസ്തഖീം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ലികുല്ലിൻ മിൻഹും ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. എന്നിട്ട് ഖുർആൻ അവസാനം ആ വാക്കിനെ 5-ാം അധ്യായത്തിലെ സൂറ മാഇദയിലെ 48-ാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് ഓരോ സമൂഹത്തിനും ഉണ്ട് ശിർഅതൻ, അവരുടേതായ ശരീഅത്തുണ്ട്, അവരുടേതായ ശരീഅത്തുണ്ട്. വമിൻഹാജ, ആ ശരീഅത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ അതുണ്ട് എന്ന് നിനക്ക് അംഗീകരിക്കാൻ കഴിയണം. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കാൻ നിനക്ക് കഴിയണം. എന്നാൽ നിന്റെ ഇസ്ലാമിനെ, നിന്റെ ഈമാനിനെ ഏറ്റവും പ്രിയങ്കരമായി മനസ്സിലാക്കണം. അതിനനുസരിച്ചുകൊണ്ടായിരിക്കണം നിന്റെ ജീവിതത്തെ ഉണ്ടാക്കി തീർക്കേണ്ടത് എന്നത് വളരെ കൃത്യവും വ്യക്തവുമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഈ വേർതിരിവിനെ, മതവിശ്വാസവും മതേതരത്വവും എവിടെയാണ് യോജിക്കുന്നത്, എവിടെയാണ് വേർതിരിയുന്നത് എന്നതും ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട മതപരമായ മര്യാദകളും മാന്യതകളും എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചും കൃത്യതയും വ്യക്തതയും ദീനിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുമ്പോഴാണ് അവനവന്റെ ദീനിനോടുള്ള പ്രതിബദ്ധത നമുക്ക് വെച്ചു പുലർത്താൻ സാധിക്കുന്നത്. അപ്പോഴാണ് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, പടച്ചതമ്പുരാനോട് ഏറ്റവും ഇഷ്ടമുള്ളവനായി, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവനായി മാറാൻ നമുക്ക് കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റന്നാൾ ഞായറാഴ്ച തിരുരങ്ങാടിയിൽ വെച്ചിട്ട് ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ക്യാമ്പസുകളുടെ രീതികളും സമീപനങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളുടെ ധാർമ്മികമായ ജീവിതത്തെക്കുറിച്ചൊക്കെ ആശങ്കകൾ നമ്മുടെ മുമ്പിൽ ധാരാളമായി നിലനിൽക്കുന്നുണ്ട്. ഒറ്റ പ്രോഗ്രാം കൊണ്ട് എല്ലാ മക്കളും നന്നാകും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത്തരം പ്രോഗ്രാമുകളിലേക്ക്, മതപരമായ സംസ്കാരങ്ങൾ പ്രദാനം കൊടുക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയുണ്ടാകണം. ബന്ധപ്പെട്ട ആളുകളുമായി അത് സമീപിച്ചാൽ വാഹന സൗകര്യങ്ങളും മറ്റുമൊക്കെ ലഭ്യമാകുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിന്റെ ആളുകളായി ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ബഹുമത സമൂഹത്തിൽ വളരെ കൃത്യമായി സഹിഷ്ണുതയും സൗഹാർദ്ദവും മതേതരത്വവും നിലനിർത്തുന്നതിനും അതിനനുസൃതമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ എല്ലാ നിലക്കുമുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ റിപ്പബ്ലിക്കിനെ ശരിയായ അർത്ഥത്തിൽ ഭരണഘടനാനുസൃതമായി സംരക്ഷിക്കുന്ന വിശ്വാസികളായി മാറുക. അള്ളാഹു നമ്മെ ആ കാര്യത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ
والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب سبحانك رب العزة عما يصفون وسلام